ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുകയാണ്. ശ്വാസകോശ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം. ദില്ലി എയിംസിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡെസ്കിൽ നിന്നും ഉണ്ണി ചേരുകയാണ്. ഉണ്ണി, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വിപ്ലവത്തെ നെഞ്ചേറ്റിയ ധീര സഖാവിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? ഉണ്ണി. അനുപ്രിയ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം 32 വർഷമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിച്ച പല സുപ്രധാന ഘട്ടങ്ങളിൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അടക്കം സുപ്രധാന പങ്കുവഹിച്ച ഒരു നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം തുടരുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. യെച്ചൂരിയുടെ വിടവാങ്ങൽ വലിയ രീതിയിൽ തന്നെ വലിയൊരു നഷ്ടം, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയെന്ന് വേണം വിലയിരുത്താനായിട്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നമുക്കറിയാം. ആദ്യം ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അടക്കം നിർണായകമായ തീരുമാനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒന്നാം UPA സർക്കാരിന്റെ രൂപീകരണത്തിലെല്ലാം തന്നെ നിർണായക പങ്കുവഹിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വളരെ ഏറെ പ്രിയനായ ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അന്ധമായ ഒരു കോൺഗ്രസ് വിരോധം അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ മാറ്റി നിർത്തി മതേതര മുന്നണിക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് വ്യക്തമാക്കിയ ഒരു നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അന്ന് ഒരു കുറച്ചു കാലത്ത് മുമ്പ് അച്യുതാനന്ദനൊക്കെ വലിയ രീതിയിൽ വിഭാഗീയത അടക്കം അച്യുതാനന്ദൻ വിഭാഗമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ പാർട്ടിക്ക് അകത്ത് വലിയ വിഭാഗീയത അടക്കം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും അച്യുതാനന്ദനൊപ്പം നിന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലെ ഹൈദരാബാദ് സ്വദേശിയാണ് സീതാറാം യെച്ചൂരി. 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. അദ്ദേഹം പഠിച്ചത് 10ാം ക്ലാസ് വരെ ഹൈദരാബാദിലെ ഓൾഡ് സെയിൻ ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നീട് 1962 നടന്ന തെലങ്കാന പ്രക്ഷോഭമാണ് യെച്ചൂരിയെ ഡൽഹിയിലേക്ക് എത്തിച്ചത്. പഠനത്തിൽ അതീവ മിടുക്കനായിരുന്നു അദ്ദേഹം. മികവ് പുലർത്തിയ ഒരാളായിരുന്നു യെച്ചൂരി. ഡൽഹിയിലെ പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂളിൽ നിന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്രട്ടറി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ നേടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിച്ചത്. കൂടാതെ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BA നേടും. അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA നേടുന്നു. കൂടാതെ JNUവിൽ നരവംശ ശാസ്ത്രത്തിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് പഠനം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്തിലടക്കം അദ്ദേഹം ജയിലിൽ കിടന്നൊരു നേതാവ് കൂടിയായിരുന്നു യെച്ചൂരി എന്ന് പറയുന്നത്. 1974 യെച്ചൂരിയെ സംബന്ധിച്ച് SFI എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് യെച്ചൂരി ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 1974 യെച്ചൂരി SFIയിൽ ചേരുകയുണ്ടായി. SFIയിൽ ചേർന്നൊരു വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൽ ചേർന്നു. CPIയിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. 75 അടിയന്തരാവസ്ഥ കാലത്ത് JNUവിൽ വിദ്യാർത്ഥിയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറസ്റ്റിലാകുന്ന ഒരു ഘട്ടത്തിലുണ്ടാകുന്നത്. അറസ്റ്റിന് മുമ്പ് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-78 കാലയളവിൽ 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ്. ആ രീതിയിൽ വളരെ രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു യെച്ചൂരി എന്ന് പറയുന്നത്. 78-ൽ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി, തുടർന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. കൂടാതെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ അല്ലാത്ത SFIയുടെ ആദ്യ പ്രസിഡന്റാണ് യെച്ചൂരി എന്നതും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. എന്തായാലും യെച്ചൂരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹം ഈ ദേശീയ രാഷ്ട്രീയത്തിലടക്കം സുപ്രധാന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിലടക്കം ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് വളരെ മികവ് പുലർത്തി, അല്ലെങ്കിൽ UPA സർക്കാർ ഈ കോൺഗ്രസിനൊപ്പം ചേർന്ന് UPA എന്നൊരു മുന്നണിക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യ മുന്നണി ഈ വലിയ രീതിയിലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മികവ് അല്ലെങ്കിൽ വലിയ വിജയം നേടിയ ഒരു മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലടക്കം ഒപ്പം നിന്ന ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു വിടവ് തന്നെയാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ഡൽഹി എയിംസിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി ഇത് സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. 72ാമത്തെ വയസ്സിലാണ് സീതാറാം യെച്ചൂരി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിപ്ലവ നക്ഷത്രം എന്ന് തന്നെ പറയേണ്ടിയിരുന്ന നേതാവ്, വിടവാങ്ങിയിരിക്കുന്നത്. അനുപ്രിയ.